Good morning students, welcome back to my video class. Next chapter number 4, second degree equations. Equation എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓൾജിബ്രിക് ഫോം എഴുതുമ്പോൾ നമ്മളതിൽ ഈക്വൽ സൈനാണ് ഇടുന്നതെങ്കിൽ അത് ഇക്വേഷൻസ് ആണ്. ഈക്വൽ അല്ലാത്ത സൈൻസ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, നോട്ട് ഈക്വൽ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന് ആൾജിബ്രിക്കിൽ എഴുതുകയാണെങ്കിൽ ആ ആൾജിബ്രിക് ഇതൊക്കെ എന്തായിരിക്കും? ഇക്വേഷൻസ് ആയിരിക്കില്ല, ഇനീക്വാലിറ്റീസ് എന്നാണ് അതിന് പറയാം. ഇക്വേഷൻസും ഇനീക്വാലിറ്റി, ഈക്വൽ ആയതിനെ ഈക്വാലിറ്റി എന്നുള്ളതിന് കൊണ്ട് ഇക്വേഷൻസ് എന്നും പേരും. ഈക്വൽ അല്ലാത്ത സയൻസുകൾ ഉപയോഗിച്ച് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, നോട്ട് ഈക്വൽ ടു എന്നൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓൾജിബ്രിക് ഫോമിനെയാണ് എന്ത് പറയും? ഇനീക്വാലിറ്റീസ് എന്നും പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ നമ്മളിങ്ങനെ എക്സാമ്പിളായിട്ട് എഴുതുന്നത് എക്സ് പ്ലസ് 5 ഗ്രേറ്റർ ദാൻ 0, എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4 ഈക്വൽ ടു 0, എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ not equal to x plus 1 whole square plus 1, x plus 5 is less than x minus 1 whole square. ഇതൊക്കെ കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സിനെ ആൾജിബ്രിക് ഫോമിൽ എഴുതിയത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഇതിൽ എക്സാമ്പിൾ ഗ്രേറ്റർ ദാൻ എന്നാണ്. ഗ്രേറ്റർ ദാൻ ഉപയോഗിച്ചത് കൊണ്ട് ഇത് ഇക്വേഷൻ അല്ല, ഇനീക്വാലിറ്റീസിൽ പെടും. എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4 ഈക്വൽ ടു 0, ഈക്വൽ ഉപയോഗിച്ചത് കൊണ്ട് ഇത് എന്തിന് എക്സാമ്പിളാണ്? ഇക്വേഷന് എക്സാമ്പിളാണ്. നോട്ട് ഈക്വൽ യൂസ് ചെയ്തുകൊണ്ട് എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ നോട്ട് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് ഉപയോഗിച്ചതിൽ ഈക്വൽ നോട്ട് ഈക്വൽ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഇനീക്വാലിറ്റീസ് ആണ്. എക്സ് പ്ലസ് 5 ലെസ് ദാൻ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ, അതിലും ഈക്വൽ സൈൻ ഇല്ലാത്തത് കൊണ്ട് ഇത് ഇനീക്വാലിറ്റിക്ക് എക്സാം. അപ്പം ഈക്വൽ സൈൻ ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ഇക്വേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി തന്നെ ഇതിൻ്റെ പവർ നമ്മളിത് ഇക്വേഷനാക്കി മാറ്റിയാൽ, എക്സാമ്പിൾ ഇക്വേഷനാക്കി മാറ്റിയാൽ ഇതിൻ്റെ പവർ 1 ആണെങ്കിൽ ഇതിനെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയും. എന്താണ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ? പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ പവർ 1, 2 ആണ് വന്നത്. ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഒരു ഇക്വേഷൻ്റെ ഡിഗ്രി ആയിട്ട് പറയാം. ഇവിടെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കോൺസ്റ്റൻ്റ് 4നെ നമുക്ക് 4 × 1 എഴുതാം. അതിൻ്റെ എക്സിൻ്റെ പവർ ഏതാണെന്ന് ചോദിച്ചാൽ എക്സ് റേസ് ടു 0 ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ പവർ എത്രയാണെന്ന് ചോദിച്ചാൽ 0 ആണ്. എക്സിൻ്റെ പവർ എത്രയാണ്? 1 ആണ്. എക്സ് സ്ക്വയറിൻ്റെ പവർ 2 ആണ്. ഇതിൽ ഹയസ്റ്റ് ആയിട്ടുള്ളത് 2 ആയതുകൊണ്ട് ഈ ഇക്വേഷൻ്റെ ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചാൽ 2 ആണ്. 2 വന്നതുകൊണ്ട് ഇതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയും. ഇതാണ് എന്ത് പറയാം? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇത് ഫസ്റ്റ് ഡിഗ്രി. ഈ ഫസ്റ്റ് ഡിഗ്രിക്ക് വേറൊരു പേരാണ് ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രീൻ്റെ അന്തർ നെയിമാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ഡിഗ്രി നമുക്ക് തേർഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് x³ - 1 ഈക്വൽ ടു 0. ഇതിൻ്റെ പവർ കോൺസ്റ്റൻറ്റിൻ്റെ പവർ 0 ആണ്. എക്സിൻ്റെ പവർ 3 ആണ്. ഹയസ്റ്റ് ഡിഗ്രി 3 ആയതുകൊണ്ട് തേർഡ് ഡിഗ്രി, ഇതിൻ്റെ പേരെന്താണ്? തേർഡ് ഡിഗ്രി ഇക്വേഷനാണ്. തേർഡ് ഡിഗ്രി ഇക്വേഷന് അനദർ നെയിമാണ് ക്യൂബിക്. എന്താണ് നെയിം? ക്യൂബിക് ഇക്വേഷൻ. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ നമ്മൾ പോളിനോമിയൽ ഫോമിൽ എഴുതി. അങ്ങനെ ഡിഗ്രി നമ്മൾ പവർ നോക്കിയിട്ടാണ് പറയാം. 1 ആണെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി എന്നും, ഇതിൽ ഹയസ്റ്റ് പവർ 2 ആയതുകൊണ്ട് സെക്കൻഡ് ഡിഗ്രി എന്നും, ഇതിൽ ഡിഗ്രി 3 ആയതുകൊണ്ട്
തേർഡ് ഡിഗ്രി ഇക്വേഷൻ എന്നും പേര്. അപ്പം നമ്പർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷന് പേരിടാം. ഒരു ഇക്വേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് പഠിക്കാൻ. ഈ സെക്കൻഡ് ഡിഗ്രി എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം എക്സ് സ്ക്വയറിന്റെ ടേം എഴുതി പഠിക്കണം. എക്സ് ടേം, കോൺസ്റ്റന്റ് ടേം. നമ്മുടെ പവർ എന്ത് ചെയ്യുക, ഡിക്രീസ് ചെയ്യുന്ന മാതിരി. സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് 2, 1 കോൺസ്റ്റന്റ്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡിഗ്രീനെ ആ ഫോമിലാണ് എഴുതുന്നത്. ഒരു സെക്കൻഡ് ഡിഗ്രീൻ്റെ ജനറൽ ഫോം എന്താണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഇതിന്റെ ഹയസ്റ്റ് പവർ 2 ആയതുകൊണ്ട് ഇത് സെക്കൻഡ് ഡിഗ്രിയാണ്. സെക്കൻഡ് ഡിഗ്രി ആവണമെങ്കിൽ ഏത് 0 ആവരുത്? എക്സ് സ്ക്വയറിന്റെ ടേം 0 ആവരുത്. എ നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ലീനിയറിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രീന്റെ എന്തായിരിക്കും വരിക? എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0. എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എ നോട്ട് ഈക്വൽ ടു, ഈ ടേം 0 ആയാൽ, എ 0 ആയാൽ ഈ ടേം വെറും കോൺസ്റ്റന്റ് ആവും. അതുകൊണ്ട് ഫസ്റ്റ് ഡിഗ്രി കിട്ടണമെങ്കിൽ എക്സിന് ടേം ഉണ്ടായിരിക്കണം. അതുപോലെ തേർഡ് ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ജനറൽ ഫോമാണ് എ എക്സ് ക്യൂബ്. ക്യൂബ് കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ടെങ്കിൽ എഴുതാം. ഇത് 0 അയച്ചിട്ട് പ്രശ്നമില്ല, ഈ ടേം മാത്രമായാലും മതി. പ്ലസ് സി എക്സ് പ്ലസ് ഡി ഈക്വൽ ടു 0. എ നോട്ട് ഈക്വൽ ടു 0. ഇതിനെയാണ് എന്ത് പറയാം? തേർഡ് ഡിഗ്രി ഇക്വേഷൻ. തേർഡ് ഡിഗ്രി ഇക്വേഷൻ. നമുക്ക് nth ഡിഗ്രി ഇക്വേഷൻ എഴുതാം. എ എൻ എക്സ് റേസ് ടു എൻ. എ എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ മൈനസ് 1. നെക്സ്റ്റ് ടേം അത് ഫസ്റ്റ് 2 ആണെങ്കിൽ 1 അങ്ങനെയാണ് കുറഞ്ഞു വരണം. അപ്പം n ആയതുകൊണ്ട് n മൈനസ് 1. നെക്സ്റ്റ് n മൈനസ് 2 ആയിരിക്കും, എക്സ് റേസ് ടു n മൈനസ് 2. അങ്ങനെ ലാസ്റ്റ് ടേം വരുമ്പോൾ a1 എക്സ് റേസ് ടു 1 പ്ലസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ a0 എക്സ് റേസ് ടു 0. അതിൽ ഏത് 0 ആകരുത്? എ എൻ നോട്ട് ഈക്വൽ ടു 0. ഇതാണ് nth ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം. അവിടെ 4 ആണെങ്കിൽ എക്സ് റേസ് ടു 4, 3 എക്സ് റേസ് ടു 3, പിന്നെ a2 എക്സ് റേസ് ടു 2. അങ്ങനെ കുറഞ്ഞ് പവർ വരും. അതായത് 4, 3, 2, 1 കോൺസ്റ്റന്റ്. ഈ ഫോമിലാണ് നമ്മൾ ഇക്വേഷൻസ് എഴുതുന്നത്. അതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് പഠിക്കുന്നത്. സെക്കൻഡ് ഡിഗ്രിക്ക് ഇനി എക്സാമ്പിളുകൾ എഴുതാം. ഏത് 0 ആവരുത്? എക്സ് സ്ക്വയറിന്റെ കൂടെ 0 ആവരുത്. 2x സ്ക്വയർ പ്ലസ് 5 ഈക്വൽ ടു 0. 2x സ്ക്വയർ പ്ലസ് 5 ഈസ് ഈക്വൽ. എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട്, എക്സ് സ്ക്വയറിന്റെ മുന്നേ 0 ആവരുത്. എക്സ് സ്ക്വയർ പ്ലസ് 3 0. 2x റേസ് ടു 2 ഈക്വൽ ടു 0. ഇതൊക്കെ എന്തൊരു എക്സാമ്പിളാണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് എക്സാമ്പിൾ ആണ്. എക്സ് റേസ് ടു 2ന്റെ എന്ത് ചെയ്യണം? ടേം നമുക്ക് ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള ടേം ഒന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ എക്സിന്റെ ടേം ഇല്ല, ഇവിടെ എക്സിന്റെ ടേം കോൺസ്റ്റന്റ് ടേം ഉണ്ട്. ഇവിടെ എക്സിന്റെ ടേമും ഇല്ല, കോൺസ്റ്റന്റ് ടേമും ഇല്ല. അപ്പൊ ഇതും എന്താണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇതിലുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഇക്വേഷനെയാണ് എന്താ പറയാ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എന്തായിരിക്കണം? എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ടായിരിക്കണം. എന്തായിരിക്കണ്ടേ? എക്സ് സ്ക്വയർ ഉള്ള ടേം. ഇതിലൊക്കെ എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട്, എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട്, എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട്. സെക്കൻഡ് ഡിഗ്രിയുടെ ജനറൽ ഫോം ഏതായിരുന്നു എന്ന് പറഞ്ഞു? എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. എ നോട്ട് ഈക്വൽ ടു 0. ഇതാണ് സെക്കൻഡ് ഡിഗ്രിയുടെ ഇക്വേഷൻ. ഏത് ഇക്വേഷൻ കിട്ടിയാലും, ഏതൊരു മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഏത് ഫോമിലേക്ക് മാറ്റണം? സെക്കൻഡ് ഡിഗ്രീൻ്റെ ഫോമിലേക്ക് മാറ്റാം. ആദ്യം എക്സ് സ്ക്വയറിന്റെ ടേം, പിന്നെ എക്സിന്റെ ടേം, കോൺസ്റ്റന്റ് ടേം 0. അത് ചെയ്യാൻ പഠിച്ച ഈ ചാപ്റ്റർ വളരെ ഈസി ആയിരിക്കും. എക്സാമ്പിൾ: എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2x പ്ലസ് എക്സ് പ്ലസ്
5 into 4. That equation. Second degree equation ആണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് x plus 1 whole square is equal to 2x plus 8 അല്ലെങ്കിൽ 9. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോമിലേക്ക് എഴുതാം. അപ്പോൾ സെക്കൻഡ് ഡിഗ്രീൻ്റെ ഇക്വേഷൻ്റെ ഫോമിലേക്ക് എഴുതാം. നിങ്ങൾക്കറിയാം എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ചെയ്യാനറിയാം. നിങ്ങൾ പഠിച്ച രീതി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ കാണാൻ എന്താ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് ഐഡൻറ്റിറ്റി. പക്ഷെ അത് നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ആക്കി പറയാം? ഹൈസ്കൂളിൽ എത്തിയ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് ബൈഹാർട്ടാക്കി പഠിക്കണമെന്നില്ല. 2 ടേംസിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് ടേമിനെ സ്ക്വയർ ചെയ്ത് ഈ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡബിൾ എഴുതിയാൽ മതി. ഡബിൾ എഴുതുക പ്ലസ് സെക്കൻഡ് ടേമിനെ സ്ക്വയർ ചെയ്യും. അതുപോലെ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈ പറയുന്ന രീതിയിൽ ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് എന്ന് എഴുതുക. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ. ഇങ്ങനെ എഴുതണമെന്നില്ല. ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എക്സും 1ഉം കൂടെ പ്രോഡക്റ്റ് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് ഇൻറ്റു 1 എത്ര വരിക? എക്സ് ആണ് വരിക. അതിൻ്റെ ഡബിൾ 2x പ്ലസ് സെക്കൻഡിന് സ്ക്വയർ 1. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഈ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്ത് ഈ 2 സ്റ്റെപ്പ് ഇക്വേഷൻ എഴുതി ഹോൾ സ്ക്വയർ എഴുതി ഇങ്ങനെ എഴുതണമെന്നില്ല. 10th എത്തിയതുകൊണ്ട് ഇത് ഹോൾ സ്ക്വയർ ആക്കാം. എന്താ ഞാൻ പറഞ്ഞു? ഇപ്പം പറഞ്ഞു പഠിക്കാം. ഫസ്റ്റ് ഇതിനെ സ്ക്വയർ ചെയ്യാം. ഈ 2 നമ്പേഴ്സും കൂടെ പ്രോഡക്റ്റ് എടുക്കുക. എക്സ് ഇൻറ്റു 1 എക്സ് ആണ്. അതിൻ്റെ ഡബിൾ 2x പ്ലസ് സെക്കൻഡ് ടേമിനെ സ്ക്വയർ ചെയ്യുക. 1നെ സ്ക്വയർ ചെയ്യുക 1. അങ്ങനെ അത് പറയാം. അങ്ങനെ മനസ്സ് പറയുന്നവർക്ക് ഇതാണ് ഈസി. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സൈഡിൽ ചെയ്യാം. 10th നിങ്ങൾക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മൈൻഡിൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അത് സൈഡിൽ ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ടൈം കുറയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഫസ്റ്റത്തേനെ സ്ക്വയർ ചെയ്യാം. 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡബിൾ 2x പ്ലസ് 1 ഇങ്ങനെ ചെയ്ത് ഇതിനെ സെക്കൻഡ് ഡിഗ്രിയുടെ ജനറൽ ഫോമിലേക്ക് മാറ്റണം. സെക്കൻഡ് ഡിഗ്രി ജനറൽ ഫോമിൽ എക്സ് സ്ക്വയറിൻ്റെ ടേമാണ് ഫസ്റ്റ് എഴുതേണ്ടത്. ഇനി സെക്കൻഡ് ബി എക്സ് എക്സുകളുള്ള ടേമുകൾ ഇവിടെ 2x ഉണ്ട്, ഇവിടെ 2x ഉണ്ട്. ആ എക്സും കൂടെ മൈനസ് 2x. ഇനി കോൺസ്റ്റന്റ് ടേം ഇതിലുള്ള കോൺസ്റ്റന്റ് ടേം 1 അവിടെ നിന്നുള്ള കോൺസ്റ്റന്റ് ടേം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പ്ലസ് ഞാൻ എന്നുള്ള ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ്. ഇങ്ങനെ എഴുതാം. എന്നതിന് ശേഷം എക്സ് സ്ക്വയർ ടേമും ആഡ് ചെയ്യാനില്ല. 2xും മൈനസ് എക്സും ഇനി ആഡ് ചെയ്യാൻ കുറേ പേർക്ക് പ്രയാസം ഉണ്ടാവും. അതായത് ലൈക്ക് ടേംസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ലൈക്ക് ടേം എക്സ് ആണെങ്കിൽ എക്സ് കൂടെ ആഡ് ചെയ്യുക. നമ്പേഴ്സ് ആഡ് ചെയ്യുക. 2ഉം മൈനസ് 2 ആഡ് ചെയ്താൽ 0 ആണ്. 0x അത് എഴുതേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾ എഴുതുക. എക്സിൻ്റെ ടേമാണ് ആഡ് ചെയ്ത് എക്സ്. 1ഉം 9ഉം ആഡ് ചെയ്യുമ്പോൾ സൈൻ നോക്കുക. പ്ലസ് 1ഉം മൈനസ് 9ഉം ആണ്. ഡിഫറെൻറ്റ് സൈൻ ആയതുകൊണ്ട് ഗ്രേറ്റർ നമ്പറിന് സ്മോളർ നമ്പർ മൈനസ് ചെയ്തു 8. ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ ഇടുക മൈനസ്. എന്നിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എക്സ് സ്ക്വയർ 8 ഇങ്ങനെ സെക്കൻഡ് ഡിഗ്രീൻ്റെ ഫോമിലേക്ക്. ഇതിൽ നിങ്ങൾക്ക് എയും ബിയും സിയും എന്താണ് എഴുതാൻ പഠിക്കണം. എ എന്നത് നമ്മൾ എഴുതാമെന്ന് വിചാരിക്കാം. ജനറൽ ഫോം വെച്ചിട്ട് നോക്കാം. എ എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എ എക്സ് സ്ക്വയർ എയുടെ സ്ഥാനത്ത് ഇവിടെ 0 അല്ല. എന്താണ് ഇവിടെ ഇല്ലെങ്കിൽ 1 ആണ്. തെറ്റി പോവാറുണ്ട്. എല്ലാവരും 0 എന്ന് എഴുതും. അല്ലെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എക്സ് സ്ക്വയർ എഴുതും. എക്സ് സ്ക്വയർ അല്ല, അതിൻ്റെ മുന്നേ ഉള്ള ന്യൂമറിക്കൽ പാർട്ട്
നമ്പർ ഏതാണോ അത് നോക്കിയത്. ഇനി എക്സിൻ്റെ ടേം, ഇതിൽ എക്സിൻ്റെ ടേം ഇല്ലെങ്കിൽ ഇപ്പോൾ ബി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിൽ തൊട്ട് മുന്നേ നോക്കുക, എക്സിൻ്റെ ടേമിൻ്റെ കോഎഫിഷ്യന്റ് 0 ആണ്. കോൺസ്റ്റന്റ് ടേം എത്രയായിരിക്കും? അത് വരും, പെട്ടെന്ന് പറയും, 8 ആണ്. കോൺസ്റ്റന്റ് ടേം 8 അല്ല, നമുക്ക് ആ 8ൻ്റെ കൂടെയുള്ള സൈൻ ഉണ്ടല്ലോ, ആ സൈനും കൂടെ നോക്കാം. 8ൻ്റെ സൈൻ എന്താ? മൈനസും കൂടിയാണ്, -8. അങ്ങനെ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് എഴുതി അതിൽ നിന്ന് എയും ബിയും സിയും എഴുതാൻ പറ്റിയാൽ ഈ ചാപ്റ്ററിൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്താണ് സെക്കൻഡ് ഡിഗ്രീൻ്റെ ജനറൽ ഫോം? ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ആണ്. അതിൽ a നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ളത് എക്സ്പാൻഡ് ചെയ്യാം, എന്നിട്ട് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക. ഫസ്റ്റ് എക്സ്² ടേം, പിന്നെ എക്സിൻ്റെ ടേം, കോൺസ്റ്റന്റ് ടേം, അങ്ങനെ കൊണ്ടുവന്ന് സിംപ്ലിഫൈ ചെയ്യുന്നത് തെറ്റാതെ നോക്കുക. അതിനുശേഷം എയും ബിയും സിയും എഴുതാൻ റെഡിയാക്കി വെക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അതുകൊണ്ട് ഇതിൽ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യിപ്പിക്കാം. ഈ ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രിയിലേക്ക് ഇക്വേഷൻ ഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറേ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തരിക. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് തരില്ല, അപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇത് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഉപയോഗിച്ച് നമ്മൾ എന്തിലെത്തിച്ചേരണം, ഏത് ഭാഗത്ത് എത്തിച്ചേരണം? സെക്കൻഡ് ഡിഗ്രീൻ്റെ ജനറൽ ഫോമിലേക്ക് എത്തിച്ചേരണം. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ബേസിക് സെക്കൻഡ് ഡിഗ്രി എന്താണെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി എന്താണെന്ന് മനസ്സിലായില്ലേ? x² ടേമുള്ള ഇക്വേഷൻസ് ഒക്കെ എന്താണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. അതിൻ്റെ ജനറൽ ഫോം ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ആണ്. ഇനി നമുക്ക് കുറച്ച് ആപ്ലിക്കേഷനെ എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് ഫോം ചെയ്യാം, എങ്ങനെ ആൻസർ കണ്ടെത്താം എന്നതും കൂടി പഠിക്കാം. ഈ ചാപ്റ്ററിൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ഇക്വേഷൻ വെച്ച് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എയും ബിയും സിയും അറിയെങ്കിൽ എക്സ് കാണാനുള്ള ഇക്വേഷനാണ് -b പ്ലസ് ഓർ മൈനസ് √of b² മൈനസ് 4ac ബൈ 2a. ഇതാണ് സൊല്യൂഷൻ കാണാം, എക്സിൻ്റെ വാല്യൂ കാണാം, റൂട്ട് കാണാം. ഇതാണ് ചെയ്യേണ്ടത്. എക്സ് കാണാനുള്ള ഇക്വേഷനാണ് -b പ്ലസ് ഓർ മൈനസ് √of b² മൈനസ് 4ac ബൈ 2a. അങ്ങനെ ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? പ്രോബ്ലം ചെയ്യാം. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ഇത് ചെയ്യുക എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ചാപ്റ്റർ കഴിഞ്ഞിട്ട്, ചാപ്റ്ററിൻ്റെ ലാസ്റ്റാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡ് വെച്ച് എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാം. എക്സാമ്പിളാണ് x² പ്ലസ് 5x പ്ലസ് 4 ഇങ്ങനൊരു ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞു. ആദ്യം നമ്മുടെ ജനറൽ ഫോമായ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ആയിട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. എ എത്രയാണ്? എ x² മുന്നുള്ളത് 1, ബി എക്സിൻ്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 5, സി എത്രയായിരിക്കും? കോൺസ്റ്റന്റ് 4. എന്നതിന് ശേഷം സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സ്ക്വയർ റൂട്ടിനുള്ളിൽ ആ നമ്പർ കണ്ടുപിടിക്കാം. അതാണ് ഫസ്റ്റ് ചെയ്യുക. b² മൈനസ് 4ac. ഇതിന് പറയുന്ന പേരാണ് ഡിസ്ക്രിമിനൻറ്റ്. ഇതിൻ്റെ സൊല്യൂഷൻ ഏത് ടൈപ്പ് ഓഫ് സൊല്യൂഷനാണ് എന്ന് ഡിസ്ക്രിമിനൻറ്റ് ചെയ്യാം. അതായത് വേർതിരിച്ച് അറിയാൻ വേണ്ടി, നമുക്ക് വിവേചിച്ചറിയാൻ വേണ്ടി ആരാണ്, എങ്ങനെയുള്ള ആളാണ് എന്ന് തിരിച്ചറിയാനാണ് ഡിസ്ക്രിമിനൻ്റ് ആയ b² മൈനസ് 4ac ഉപയോഗിക്കുന്നത്. അത് 3 കേസായിട്ടാണ് പഠിക്കുന്നത്. ഈക്വൽ ടു 0 ആണെങ്കിൽ 10th സ്റ്റാൻഡേർഡിൽ 1 സൊല്യൂഷൻ ആണ്, 1 റൂട്ടാണ്,
1 റൂട്ട് അല്ലെങ്കിൽ 2 ഈക്വൽ റൂട്ട്സ് കാരണം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എപ്പോഴും എക്സിന് 2 വാല്യൂസ് ഉണ്ടാവും. ആ 2 വാല്യൂസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് ശരിക്കും പഠിക്കുന്നത്. CBSE ഒക്കെ 2 ഈക്വൽ സൊല്യൂഷൻ തന്നെ പഠിക്കുന്നുണ്ട്. SCERT സിലബസിൽ നിങ്ങൾ 1 റൂട്ട് എന്നാണ് പഠിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചില സമയത്ത് 2 സൊല്യൂഷൻസ് എഴുതാൻ പറയുമ്പോൾ അത് 2 പ്രാവശ്യം എഴുതേണ്ടി വരും. അതുകൊണ്ട് 1 റൂട്ടിനല്ല 2 റൂട്ട്സ് തന്നെ ഉണ്ട്. 2 റൂട്ട്സ് തന്നെ പഠിക്കാം. 2 ഈക്വൽ റൂട്ട്സ്. ഇനി സെക്കൻഡ് കേസ് 2. ഡിസ്ക്രിമിനന്റ് b² - 4ac കണ്ടുപിടിക്കുമ്പോൾ ആ കിട്ടുന്ന ആൻസർ 0-നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ പഠിച്ചു വെക്കുക. ഡിസ്ക്രിമിനന്റ് കാണുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 2 ഡിസ്റ്റിങ്ക്ട് സൊല്യൂഷൻസ് അല്ലെങ്കിൽ റൂട്ട്സ്. 2 ഡിസ്റ്റിങ്ക്ട് റൂട്ട്, ഡിസ്റ്റിങ്ക്ട് സൊല്യൂഷൻ എന്നൊക്കെ പറയും. ഡിസ്റ്റിങ്ക്ട് മീനിങ് ഡിഫറെൻറ്റ്. 2 ഡിഫറെൻറ്റ് സൊല്യൂഷൻസ്. എന്താണ് ഡിസ്റ്റിങ്ക്ട് മീനിങ്? ഡിഫറെൻറ്റ്. കേസ് 3. ഡിസ്ക്രിമിനന്റ് കാണുന്നു. b² - 4ac ലെസ് ദാൻ 0. നെഗറ്റീവ് വാല്യൂ വരും. 0-നേക്കാൾ ലെസ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ ചെയ്യുമ്പോൾ നോ സൊല്യൂഷൻ എന്ന് പഠിക്കും. നോ സൊല്യൂഷൻ. 10th നോ സൊല്യൂഷൻ ആണ്. നമ്മൾ +1 എത്തുമ്പോൾ അതിന് 2 സൊല്യൂഷൻസ് ഉണ്ട്. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരുമ്പോൾ ഇമാജിനറി നമ്പറായിട്ട് വരും. ആ ഇമാജിനറി നമ്പർ വരുന്നത് കൊണ്ട് ആ ചാപ്റ്ററിൽ നമുക്ക് അതിനെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾ തൽക്കാലം 10th സ്റ്റാൻഡേർഡിൽ =0 ആണെങ്കിൽ 1 റൂട്ട് അല്ലെങ്കിൽ 2 ഈക്വൽ റൂട്ട്സ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 2 ഡിസ്റ്റിങ്ക്ട് റൂട്ട്, ഡിഫറെൻറ്റ് റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻ. b² - 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ നോ സൊല്യൂഷൻ. ഇത്രയും കാര്യമാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ തുടങ്ങി വെച്ചു, സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. x² a എഴുതി, b എഴുതി, c എഴുതി. എന്നിട്ട് ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള സാധനം കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എത്ര സൊല്യൂഷൻ ഉണ്ട്. എക്സാമ്പിൾ ചെയ്ത് എഴുതി വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യണം? A എഴുതി 1, B 5 ആണ്, C 4 ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിച്ചേക്കാം. ഡിസ്ക്രിമിനന്റ് b² - 4ac കാണും. അപ്പോൾ b² - 4ac ഏതായിരിക്കും? b കണ്ടുപിടിച്ചത് വെച്ചിട്ട് നോക്കാം. b². നിങ്ങൾക്ക് മൈനസ് ആണെങ്കിൽ നിർബന്ധമായിട്ട് ബ്രാക്കറ്റ് ഇടാം. അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇടുമ്പോൾ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരാതെ നോക്കാം. എല്ലാം മൈനസ് ആണെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റ് ഇടാൻ വിട്ടുപോയാൽ ആൻസർ മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ട് സ്ക്വയർ ചെയ്യും. -4 × a. ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ 1 ആണ്, c 4 ആണ്. ഇനി നിങ്ങൾ 5² എത്രയാണ് ചെയ്ത് നോക്കാം. 5² മിസ്റ്റേക്ക് വരുത്തരുത്. 5 × 5 ആണ് 25. മൈനസ് ഇവിടെ മൈനസ് ഒന്നുള്ളൂ, അപ്പോൾ മൈനസ് തന്നെ. 4 × 4 എത്ര വരിക? 16 ആണ് വരിക. 25 16 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 9 ആണ് വരിക. അപ്പോൾ ഡിസ്ക്രിമിനന്റ് കണ്ടപ്പോൾ 9 കിട്ടിയെങ്കിൽ ഡിസ്ക്രിമിനന്റ് കണ്ടാൽ D 9 ആണ്. 9 കണ്ടാൽ അറിയാം ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം തന്നെ നമുക്ക് റൂട്ടിൻ്റെ നേച്ചർ, അതായത് സൊല്യൂഷൻ്റെ നേച്ചർ മനസ്സിലായി. എന്താണ് നേച്ചർ? ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് 2 ഡിസ്റ്റിങ്ക്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് സൊല്യൂഷൻ. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും എന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് കാണാനുള്ള ഇക്വേഷൻ കൊടുക്കുക. എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? -b ± root of b² - 4ac by 2a ആണ് നമ്മുടെ ഡിസ്ക്രിമിനന്റ് കാണാനുള്ള ഇക്വേഷൻ.
മൈനസ് ബി, ബി എന്താ ഇവിടെ നോക്കിയിട്ട് 5 എഴുതാം, പ്ലസ് ഓർ മൈനസ് ഈ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നേരിട്ട് അതുകൊണ്ട് കൊടുത്താൽ മതി. 9 ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിച്ച് അവിടെ കൊടുക്കാം. 2 ഇൻറ്റു എ എത്രയാണ് 1. ഇനി -5 അവിടെ വെച്ചു. 9ന്റെ റൂട്ട് അറിയാം, ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് 9? 3ൻ്റെയാണ്. അപ്പോൾ 3/2. അപ്പോൾ എക്സ് ആണിത്. ഈ പ്ലസും മൈനസിൻ്റെ അർത്ഥം പ്ലസും എഴുതാം മൈനസും എഴുതാം. അപ്പോൾ ഞാൻ എക്സ് ഈക്വൽ ടു ആദ്യം പ്ലസ് എടുത്ത് എഴുതി, പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ മൈനസും എഴുതി. പ്ലസ് ഉപയോഗിച്ച് ആദ്യം എഴുതി, പിന്നെ മൈനസ് എഴുതി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? -5ഉം +3, -5ഉം +3 ഡിഫറെൻ്റ് സൈനാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. സൈന് -/2. എക്സ് എന്ന വാല്യൂ -1 കിട്ടും. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ -1 കിട്ടും. എക്സ് ഈക്വൽ ടു -5 -3, രണ്ടും മൈനസ് ആയതുകൊണ്ട് -8/2. -8/2 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? -4. അങ്ങനെ എക്സിൻ്റെ സൊല്യൂഷൻസ് ഏതൊക്കെയാണ് കിട്ടിയത് നമുക്ക്? എക്സിൻ്റെ സൊല്യൂഷൻസ് ആണ് -1, എക്സ് ഈക്വൽ ടു -. അങ്ങനെ 2 ഡിഫറെൻറ്റ് സൊല്യൂഷൻ, ഒന്ന് -1ഉം ഒന്ന് -4ഉം ആണ് കിട്ടുക. അങ്ങനെ ഇതേമാതിരി കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. ഇവിടെ x² + 3x + 1 x² + 3x + 10 ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. എയും ബിയും സിയും എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്ക്രിമിനൻ്റ് കാണാം. ഡിസ്ക്രിമിനൻ്റ് കണ്ടിട്ട് തീരുമാനം എടുക്കുക. >0 ആണെങ്കിൽ 2 ഡിഫറെൻറ്റ് സൊല്യൂഷൻ കിട്ടുന്നിട്ട്, നെഗറ്റീവ് ആണെങ്കിൽ നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്താം. =0 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 ഡിഫറെൻറ്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ =0 ആകുമ്പോൾ ഈ 0 ഇവിടെ കൊടുത്തുകഴിഞ്ഞാൽ ഈ ടേം ഉണ്ടാവില്ല, -b/2a ഉണ്ടാവുള്ളൂ. ഈ ടേം ഇല്ലാണ്ടാവും 0 ആയതുകൊണ്ട്. അപ്പം -b/2a. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും? ഈക്വലായിട്ട് വരികയാണെങ്കിൽ -b/2a ആയിരിക്കും. ഏത് ഡിസ്ക്രിമിനൻ്റ് 0 വരുമ്പോൾ അത് വെച്ച് ചെയ്താലും മതി. 0 വരുമ്പോൾ നേരെ എക്സ് കാണാനുള്ള ഇക്വേഷൻ -b/2a. അപ്പം 2 വാല്യൂസ് ചെയ്യേണ്ട, അത് ഒന്ന് കണ്ടുപിടിച്ച് 2 പ്രാവശ്യം എഴുതിയാൽ മതി. ഇത് ഓർഡർ ചെയ്ത് പഠിക്കാം. ഇതാണ് നിങ്ങളുടെ ഫോർമാറ്റ്. ഒരു എക്സാമ്പിളേ ചെയ്യുന്നുള്ളൂ, അതുപോലെ നിങ്ങൾ ചെയ്ത് പഠിക്കും. സെക്കൻഡ് എക്സാമ്പിളാണ് x² + 2x + 1 = 0. ഒരു സെക്കൻഡ് ഇക്വേഷനാണ്. അതിൻ്റെ ജനറൽ ഫോം നോക്കിയിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. x² മുന്നേ a = 1 ആണ്. ഇനി ബി, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയ 2, സി എഴുതാം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള 1. ആദ്യം നിങ്ങളോട് ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിച്ച് നോക്കാം. d = b² - 4ac. ബി 2 സ്ക്വയർ ആണ്, -4 × a 1 c 1. 2 സ്ക്വയർ 2 × 2 4, -4 × 1 × 4 4 ആണ്, =0. 0 ആയാൽ എന്താ ഉള്ളത്? 1 സൊല്യൂഷനാണ് ഉണ്ടാവുക. 1 സൊല്യൂഷൻ ആയതുകൊണ്ട് 1 സൊല്യൂഷൻ 2 ഈക്വൽ സൊല്യൂഷൻ, 2 ഈക്വൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഏതെങ്കിലും ഒന്ന് പഠിക്കും. എന്നിട്ട് x = -b/2a എടുത്താലും മതി, അല്ലെങ്കിൽ √b². ഈ ഇക്വേഷൻ എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പ് എഴുതിയാലും മതി. എന്താണ് എക്സ് കാണാനുള്ള ഇക്വേഷൻ? -b ± √b² - 4ac/2 -b2 ± √b² - 4ac കണ്ടുപിടിച്ചു 0/2 × 1. ഇത് 0 ആയതുകൊണ്ട് അങ്ങനെ പോകും. -2/2 പ്ലസ് ആണെങ്കിലും അതുപോലെ എഴുതാം,
-2/2 രണ്ടെണ്ണം ഉണ്ടാവും. -2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ വരിക? -1 -1 ആണ് വരിക. കാരണം എന്തുകൊണ്ടാണ്? +0 ആഡ് ചെയ്താലും -0 ആഡ് ചെയ്താലും സെയിം തന്നെയാണ് വരിക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു സൊല്യൂഷനുള്ളൂ അല്ലെങ്കിൽ 2 ഈക്വൽ സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഡിസ്ക്രിമിനൻ്റ് ഓഫ് 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ. തേർഡ് കേസാണ് x² + x + 4 = 6. ഇങ്ങനെ ഒരു ഇക്വേഷൻ. ഇതേമായി തന്നെയാണ് ചെയ്യേണ്ടത്. മെത്തേഡ് റെഡിയാണ്. ആദ്യം എന്ത് ചെയ്യേണ്ടത്? a = 1. ഇവിടെ ഒരു മൈനസ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ മാറ്റി മൈനസും കൂടെ ആയിക്കോട്ടെ. b = -1, c = 4. ഇത് എഴുതുമ്പോൾ സൈന് ശ്രദ്ധിച്ച് എഴുതും. ഇനി ഡിസ്ക്രിമിനൻ്റ് കാണാം. d കാണാൻ ഇക്വേഷൻ b² - 4ac ആണ്. b ഞാൻ പറഞ്ഞു ബ്രാക്കറ്റ് എടുത്തിട്ട് എഴുതാം. b ഇവിടെ എത്രയാണ്? -1 ആണ്. -4 × a1 ആണ്, c 4 ആണ്. -1ന്റെ സ്ക്വയർ 1, -4 × 4 16. 1 എന്ന് 16 മൈനസ് ചെയ്യുമ്പോൾ -15 ആണ് വരിക. ഗ്രേറ്റർ നമ്പറിന് സ്മോൾ നമ്പർ മൈനസ് ചെയ്ത് ഇപ്പോൾ ഇത് <0 ആയി. <0 എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്? നോ സൊല്യൂഷൻ, നോ റൂട്ട്. ഇവിടുന്ന് നമുക്ക് നിർത്താം. 10th ഇവിടെ നിർത്തി വെക്കാം. +1 ആണെങ്കിൽ ഇനി ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ റൂട്ടിൻ്റെ ഉള്ളിൽ മൈനസ് എഴുതി ചെയ്യാം. തൽക്കാലം നമുക്ക് 10th നോ സൊല്യൂഷൻ എഴുതാനും. അങ്ങനെ 3 കേസും അങ്ങനെയുള്ള 3 എക്സാമ്പിളും ചെയ്ത് നോക്കി പഠിക്കാം. എങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ കാണുക എന്ന് മനസ്സിലാക്കി പഠിക്കാം. ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ ഈ മെത്തേഡ്?